നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഏറെ വിവാദമായ കോളിളക്കമുണ്ടാക്കിയ മാസപ്പടി കേസ് വീണ്ടും വാർത്തകളിൽ നിറയാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് വിധി പറയുക. മാത്യു കുഴൽനാടൻ MLA പരാതിയിലാണ് നടപടി. CMRL കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ആരോപണം. ഇത് സാധൂകരിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി മാത്യുവിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ മാത്യു കുഴൽനാടൻ 3 രേഖകൾ ഹാജരാക്കി. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് എക്കലും മണ്ണും 3 ദിവസത്തിനകം നീക്കണം എന്ന ജില്ലാ കളക്ടറുടെ കത്ത്, KMRLന്റെ പക്കലുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷ സർക്കാർ തള്ളിയതിനെതിരായ ഹൈക്കോടതി ഉത്തരവ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നിർദ്ദേശിച്ചുള്ള സർക്കാരിന്റെ കുറിപ്പ് എന്നിവയാണ് മാത്യു കോടതിയിൽ ഹാജരാക്കിയത്. മാത്യു ഹാജരാക്കിയ രേഖകളിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ല എന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. CMRLന്റെ അപേക്ഷ തള്ളിയ സർക്കാർ ഉത്തരവ് വിജിലൻസും ഹാജരാക്കിയിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി എന്ത് സഹായമാണ് CMRLന് നൽകിയത് എന്ന കോടതിയുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ മാത്യു കുഴൽനാടന് സാധിച്ചില്ല. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നുമുള്ള മുൻ നിലപാട് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ വിജിലൻസ് ആവർത്തിച്ചിരുന്നു. അതേസമയം മാസപ്പടി കേസിൽ CMRLലെ കൂടുതൽ ജീവനക്കാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു. സുരേഷ് കുമാറിനോടും മുൻ ക്യാഷ്യറോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിൽ ഒപ്പിട്ടയാളാണ് സുരേഷ് കുമാർ. അതേസമയം ചോദ്യം ചെയ്യൽ ഒഴിവാക്കാൻ ജീവനക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി പരിഗണിച്ചില്ല. CMRL MD ശശിധരൻ കർത്തയും CMRL ഉദ്യോഗസ്ഥരുമാണ് ഹർജി നൽകിയത്. വനിതാ ജീവനക്കാരിയെ രാത്രിയിൽ ചോദ്യം ചെയ്തത് നിയമവിരുദ്ധമെന്നും CMRL കോടതിയിൽ അറിയിച്ചു. എന്നാൽ ജീവനക്കാരിയെ ചോദ്യം ചെയ്തത് വനിതാ ഉദ്യോഗസ്ഥയാണെന്നായിരുന്നു ED വ്യക്തമാക്കിയത്. എക്സാലോജിക്കിന് CMRLൽ നിന്ന് 1.72 കോടി രൂപ ലഭിച്ചെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ വെളിപ്പെടുത്തലാണ് നിലവിലെ കേസിലേക്ക് നയിച്ചത്. IT സേവനത്തിനുള്ള പ്രതിഫലമാണ് ഈ തുകയെന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് സേവനമെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്ന് ആദായനികുതി വകുപ്പ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഈ അന്വേഷണങ്ങൾ നടന്നത്. ഈ സേവനം എന്തായിരുന്നു എന്നതാണ് ED CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ ശ്രമിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും മുന്നോട്ടുള്ള നടപടികൾ എന്നും ED നേരത്തെ അറിയിച്ചിരുന്നു. മാസപ്പടി വിവാദ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ മാത്യു കുഴൽനാടൻ MLAക്ക് ഹാജരാക്കാൻ സാധിക്കാത്തതും വലിയ വിവാദമായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സ് മാത്രമാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയത്. വിജിലൻസിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണം എന്ന കുഴൽനാടൻ നിലപാടും മാറ്റി. ഇതിന് പിന്നാലെ കോടിക്കണക്കിന് രൂപയുടെ ധാതുമണൽ തുച്ഛമായ വിലയ്ക്ക് ശശിധരൻ കർത്തയ്ക്ക് നൽകിയതിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വ്യക്തമാക്കുന്ന തെളിവുകൾ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ മന്ത്രിസഭായോഗത്തിന്റെ മിനിറ്റ്സ് മാത്രമാണ് മാത്യു ഹാജരാക്കിയത്. അതേസമയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. ഇതിനു പുറമെ റവന്യൂ രേഖകളും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ധാതുമണൽ ഖനനത്തിന് CMRL കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നും പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL കമ്പനി മാസപ്പടി കൊടുത്തു എന്നുമാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ആരോപിക്കുന്നത്. എന്നാൽ ഹർജി നിലനിൽക്കില്ല എന്നാണ് വിജിലൻസ് തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട്. ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടെങ്കിലും കോടതി അത് സ്വീകരിച്ചില്ല. ഇന്നാണ് ആ കേസുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത്.